ആ പയ്യനെ അടിച്ചടിയാണ്. അവനെ അടിച്ചിട്ട് അടുത്ത് തന്നെ മാറടി എന്നും പറഞ്ഞുകൊണ്ടാണ് അടിച്ചത്. ഞാൻ അവരുടെ ഇടയിൽ നിൽക്കുക. ഞാൻ അവിടെ നിൽക്കുമ്പോഴേ ഇവരവിടെ ഇത് ഈ നാടിനെ നയിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയയിൽ കയറി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു അക്രമശ്രമം നടത്തിയത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരായിരുന്നു. ഞാനിപ്പോൾ ഇവർക്ക് മാധ്യമങ്ങളൊക്കെ കാണിച്ചു കൊടുത്താലും മതിൽ ചാടി ആ സൈഡിൽ ചെന്ന് മതിൽ ചാടി ഇങ്ങോട്ടിങ്ങ് മാറി. അപ്പോൾ ഒരാണാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇറങ്ങി വന്ന് നമ്മളുടെ കാണിക്കട്ടെ, നമ്മുടെ പ്രവർത്തകരായിട്ടുള്ള നമ്മുടെ അമ്മമാരായിട്ടുള്ള ചേച്ചിമാരായിട്ട് ഈ ചെറ്റത്തരം കാണിക്കുന്നതിന് അപ്പോൾ ചുണമുണ്ടെങ്കിൽ ഇപ്പൊ വരട്ടെ. അദ്ദേഹത്തിനെയോ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ രാഹുൽ ഗാന്ധിയോ രാഹുൽ ഗാന്ധിയുടെ അപ്പൂപ്പന് സാധിക്കില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നടത്തിയ പ്രതിഷേധത്തിന് എതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്ത് BJP പ്രവർത്തകർ നിലവിലിപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. അത് KPCC ഓഫീസിന് മുൻപിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. നിലവിലിപ്പോൾ BJP പ്രവർത്തകർ BJPയുടെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ നിലവിലിപ്പോൾ KPCC ഓഫീസിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് അതായത് ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തിയത്, ഉദ്ഘാടന പ്രസംഗം ഉൾപ്പെടെ നടത്തിയത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം നടത്തുന്ന വേളയിലാണ് പെട്ടെന്നൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. അതായത് BJP പ്രവർത്തകർ ഈ ബാരിക്കേഡ് കടന്ന് അകത്തേക്ക് കടക്കുവാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ പെട്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥരും അതുകൂടാതെ BJP പ്രവർത്തകരും തമ്മിൽ ചെറിയ രീതിയിലുള്ള സംഘർഷം ഉടലെടുക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇതിൽ പ്രധാനമായും ഉയർന്നു വരുന്നത് അതായത് BJP പ്രവർത്തകയായ വനിതയെ പോലീസ് ഉദ്യോഗസ്ഥൻ മുഖത്ത് അടിച്ചു എന്നുള്ള ആരോപണമാണ് നിലവിലിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിന് പിന്നാലെ പ്രതിഷേധം കടുത്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഒരു സംഭവം കണ്ടു, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതാണ്. ഇന്നലെ നടന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ആക്രമിക്കാൻ ഒരു ശ്രമം. ഈ നാടിനെ നയിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയയിൽ കയറി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു അക്രമശ്രമം നടത്തിയത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരായിരുന്നു. 12 കൊല്ലം ഈ നാടിനെ നന്നാക്കി രാജ്യത്തിന് നന്നാക്കിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിജി. അദ്ദേഹത്തിനെ ഇങ്ങനെ അപമാനിക്കാനും അദ്ദേഹത്തിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാനും ഈ രാജ്യത്തിന്റെ ജനാധിപത്യം മറിക്കാനും ഞങ്ങൾ കോൺഗ്രസിനെ സമ്മതിക്കില്ല, അട്ടിമറിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഇന്ന് പറയാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിൽ കോൺഗ്രസ് നേതാക്കന്മാര്, പ്രവർത്തകര്, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിക്ക് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. നരേന്ദ്രമോദിജി ജനാധിപത്യപരമായ ഒരു എലക്ടഡ് പ്രൈം മിനിസ്റ്ററാണ്. അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നത് ഈ രാജ്യത്തിന്റെ എത്രയോ ജനങ്ങളാണ്. ഒരു ലെജിറ്റിമേറ്റ് ലോകത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ ഒരു ലീഡറാണ്. അദ്ദേഹത്തിനെയോ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ രാഹുൽ ഗാന്ധിയോ രാഹുൽ ഗാന്ധിയുടെ അപ്പൂപ്പന് സാധിക്കില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതാ വീണ്ടും BJPയുടെ മാർച്ചിൽ KPCC മാർച്ചിൽ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കടക്കുകയാണ്. ഏതോ ഒരു പോലീസുകാരൻ BJP പ്രവർത്തകനെ അടിച്ചു എന്നാണ് പറയുന്നത്. KPCCക്ക് മുൻപിൽ അതായത് വനിതാ പ്രവർത്തകരെ അടിച്ചു എന്നാണ് നിലവിലിപ്പോൾ BJP പ്രവർത്തകർ പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥൻ മുഖത്തടിച്ചു എന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. വനിതാ പ്രവർത്തകയുടെ മുഖത്താണ് ഇത്തരത്തിൽ പോലീസ് ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. എന്തായാലും KPCC ഓഫീസിലേക്കുള്ള മാർച്ചിൽ BJP പ്രവർത്തകയെ പോലീസ് അടിച്ചു എന്നാണ് നിലവിലിപ്പോൾ
പ്രവർത്തകർ ആരോപിക്കുന്നത്. എന്തായാലും സംഘർഷാവസ്ഥ നിലവിലിപ്പോൾ ഇവിടെ ഉടലെടുത്തിരിക്കുകയാണ്. വനിതാ പ്രവർത്തകയാണ്. പിന്നെ വനിതാ പ്രവർത്തക അയച്ചത് അവന്റെ അമ്മയുടെ പ്രായമുണ്ട്. അവ യൂത്ത് കോൺഗ്രസ് അവന്റെ വീട്ടിൽ ഇരിക്കണം, അല്ലെങ്കിൽ പാർട്ടി ഓഫീസിൽ കാണിക്കണം. ഇവിടെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. വനിതാ പ്രവർത്തകരാണ് കൈ കൊണ്ട് അടിച്ചിരിക്കുന്നത്. വനിതാ പ്രവർത്തകരെ ഒന്ന് ചിന്തിച്ചു നോക്കണം. വനിതാ പ്രവർത്തകരാണ് കൈ കൊണ്ട് ചവിട്ടി അടിച്ചിരിക്കുന്നത്. എന്ത് ദാഷ്ട്യമാണ് പോലീസ് കാണിക്കുന്നത്? അവരൊക്കെ അമ്മയുടെ പ്രായമുള്ളവരാണ് കൈ കൊണ്ട് അടിച്ചിരിക്കുന്നത്. എന്ത് ദാഷ്ട്യമാണ് പോലീസ് കാണിക്കുന്നത്? തിരിച്ചറിയാൻ തോന്നിക്കണം. ആരുമില്ലാത്ത സമയത്ത് ചേച്ചി അടിച്ചത് ഇപ്പൊ അടിക്കുന്നത്. എന്തായാലും KPCCക്ക് മുൻപിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തിരിക്കുന്നു. വനിതാ പ്രവർത്തകയെ പോലീസുകാരൻ അടിച്ചു എന്നുള്ള ഒരു ആരോപണമാണ്, കടുത്ത ആരോപണമാണ് നിലവിലിപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ചെവിട്ടില് ഞാൻ മറ്റേ ആ പയ്യനെ അടിച്ചടിയാണ്. അവനെ അടിച്ചിട്ട് അടുത്ത് എന്നെ മാറടി എന്നും പറഞ്ഞുകൊണ്ടാണ് അടിച്ചത്. ഞാൻ അവരുടെ ഇടയിൽ നിൽക്കുക, ഞാൻ അവിടെ നിൽക്കുമ്പോഴേ ഇവരവിടെ ഇത് അടിച്ചത്. ഞാൻ കാണിച്ചു കൊടുത്തു. മതിൽ ചാടി അവർ വിട്ടത്. ഇവിടെ ചാനലുകാരൊക്കെ എടുത്തല്ലോ. അവന് മതിൽ ചാടി അവനെ പറഞ്ഞു വിട്ടു. കൈ കൊണ്ടാണ് അടിച്ചത്. കൈ കൊണ്ട് ചെവിട്ടിലടിക്കുകയാണ് ചെയ്തത്. ഞാനിപ്പോൾ ഇവർക്ക് മാധ്യമങ്ങളൊക്കെ കാണിച്ചു കൊടുത്താലും മതിൽ ചാടി ആ സൈഡിൽ ചെന്ന് മതിൽ ചാടി ഇങ്ങോട്ട് മാറി. നമ്മൾ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ ഈ മതിൽ ചാടി വെളിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഒരാണാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇറങ്ങി വന്ന് നമ്മളുടെ കാണിക്കട്ടെ, നമ്മുടെ പ്രവർത്തകരായിട്ടുള്ള നമ്മുടെ അമ്മമാരായിട്ടുള്ള ചേച്ചിമാരായിട്ട് ഈ ചെറ്റത്തരം കാണിക്കുന്നതിന് അവൻ ചുണമുണ്ടെങ്കിൽ ഇപ്പൊ വരട്ടെ. നല്ല പോലീസുകാരനാണെങ്കിൽ അവന് അത്രയ്ക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ വന്ന് പറയട്ടെ. അവൻ മതിൽ ചാടി നമ്മൾ ചോദിച്ചപ്പോ ഒരുത്തനും ഇവിടെ പോലീസ് കളിക്കത്തില്ല. അവൻ മതിൽ ചാടി ഇപ്പൊ റോഡിലിറങ്ങി പൊക്കളഞ്ഞ് മതിൽ അടുത്ത ഒരുത്ത പോലീസാറ് മതിൽ ചാടി പോകുന്നത് ചാനലുണ്ട്. ഇപ്പൊ എന്നെ കന്നത്തടിച്ചത് കൈ വെച്ച് തന്നെ, കൈ കൊണ്ടാണ് മാറടി എന്ന് പറഞ്ഞോണ്ട് കൈ വെച്ചടിച്ചു. വേറൊരു ചേട്ടനെ വേറെ പയ്യനെ അടിച്ചു. നമ്മുടെ അമ്മമാരെ നേരെയല്ല, നമ്മുടെ അമ്മമാരെ നേരെ അല്ല കൈ വീശി ചെവിക്കലെല്ലാം അടിക്കാനുള്ളവൻ. എന്തായാലും പോലീസ് വനിതാ പ്രവർത്തകയെ ആക്രമിച്ചു, അതായത് കൈകൊണ്ട് അടിച്ചു എന്നുള്ള ആരോപണമാണ് നിലവിലിപ്പോൾ ഉയർന്നിരിക്കുന്നത്. ആ ഒരു സ്ത്രീയാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അമ്മയുടെ പ്രായമുള്ള സ്ത്രീയല്ലേ ഇത്തരത്തിൽ അടിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് BJP പ്രവർത്തകർ ഉയർത്തുന്നത്. KPCC ഓഫീസിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ ഈ ഒരു മാർച്ചിലാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് പുരുഷന്മാരായ BJP പ്രവർത്തകർ ഇത്തരത്തിൽ ബാരിക്കേഡിൻ്റെ തൊട്ട് സൈഡിൽ പോലീസുകാർ അണിനിരന്നിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോഴാണ് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും കടന്നു ചെല്ലുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ വനിതാ പ്രവർത്തകയെ ആക്രമിച്ചു, അതായത് മുഖത്ത് അടിച്ചു, പുരുഷനായ പോലീസ് ഉദ്യോഗസ്ഥൻ മുഖത്തടിച്ചു എന്നുള്ള ആരോപണം നിലവിലിപ്പോൾ ഉയർന്ന് വന്നിരിക്കുന്നത്. ആ പോലീസുകാരനെ വിട്ടു നൽകൂ എന്നാണ് നിലവിലിപ്പോൾ BJP പ്രവർത്തകർ പറയുന്നത്. ഗുണ്ടാ പോലീസാണ് എന്നുള്ള മുദ്രാവാക്യം നിലവിലിപ്പോൾ ഇവിടെ മുഴങ്ങുകയാണ്. ജനാധിപത്യം
ഗാന്ധി അർക്കടയുടെ രാഹുൽ ഗാന്ധി അർക്കടയുടെ രാഹുൽ ഗാന്ധി ആരടയുടെ പ്രിയങ്ക ആരടയുടെ പ്രിയങ്ക CC ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ഉടലെടുത്തിരിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വനിതാ പ്രവർത്തകയെ അടിച്ചു, മുഖത്തടിച്ചു എന്നുള്ള ആരോപണമാണ് നിലവിലിപ്പോൾ BJP പ്രവർത്തകർ ഉയർത്തുന്നത്. എന്തായാലും പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം ഉടലെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ എന്തിനാണ് തല്ലിയത് എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും വനിതാ പ്രവർത്തകയെ അടിച്ചു എന്ന് പറയുന്നത് ഗുരുതരമായ ആരോപണം തന്നെയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ അടിച്ചിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. നിലവിലിപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അതുകൂടാതെ മുതിർന്ന നേതാക്കൾ, തിരുവനന്തപുരം നഗരസഭാ മേയർ, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് എന്നിവർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിലവിലിപ്പോൾ പ്രതികരിച്ചതാണ്. അവർ വ്യക്തമാക്കുന്നത് പുരുഷ പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ മുഖത്ത് അടിച്ചു എന്നുള്ള ആരോപണമാണ്. ഇതിന് പിന്നാലെ BJP പ്രവർത്തകർ നിലവിലിപ്പോൾ KPCCയിലേക്കുള്ള മാർച്ച് അതിശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബാരിക്കേഡുകൾ നിലവിലിപ്പോൾ പിടിച്ചു ഉലയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ നിലവിലിപ്പോൾ വാക്കേറ്റം നടക്കുകയാണ്. ഇവിടെ മതിലായിട്ട് മാറ്റിട്ട് ആരെയാണ് നിങ്ങൾക്ക് മാറ്റിട്ട് എന്തായാലും പ്രവർത്തകർ രോഷാകുലരാണ്. പോലീസ് ഉദ്യോഗസ്ഥനെ തേടുകയാണ്. അതായത് ആ അടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ പുറത്തേക്ക് വിടാനാണ് ആവശ്യപ്പെടുന്നത്. ഷോൺ ജോർജ് അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ ഈ പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതൊന്നും നിലവിലിപ്പോൾ സാധിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥനെ പുറത്തേക്ക് വിടുക, ആ അമ്മയുടെ മുഖത്തടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ എവിടെ? ഇത് എന്തായാലും പ്രതിഷേധം നിലവിലിപ്പോൾ കടുപ്പിക്കാൻ BJP പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നു. ബാരിക്കേഡുകൾ ശക്തമായി ഉലയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പോലീസ് ഇപ്പോൾ തന്നെ ജലപീരങ്കി പ്രയോഗിക്കും, സൈറൻ മുഴക്കിയിരിക്കുന്നു. അതേസമയം തന്നെ ഒരു വശത്ത് പ്രതിപക്ഷ നേതാവിൻ്റെതാണ് എന്ന് തോന്നുന്നു കോലം കത്തിച്ചുകൊണ്ട് KPCC മുൻപിലുള്ള റോഡിൽ അതിശക്തമായ പ്രതിഷേധം തന്നെ BJP സംസ്ഥാന നേതൃത്വം നിലവിലിപ്പോൾ നടത്തുകയാണ്. നിരവധി പ്രവർത്തകരാണ് ഇപ്പോൾ വെള്ളയമ്പലത്തെ ഈ റോഡിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. KPCCക്കെതിരെ, കോൺഗ്രസിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് BJP പ്രവർത്തകർ നിലവിലിപ്പോൾ കേരളത്തിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ സൂചനയെന്നോണമാണ് തലസ്ഥാനത്തെ KPCC ഓഫീസിന് മുൻപിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി BJP എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പീരങ്കി പ്രയോഗിക്കുകയാണ്. ആദ്യ റൗണ്ട് ജലപീരങ്കി നിലവിലിപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നു. പൊതുവെ പ്രതിപക്ഷത്തിനെതിരെയെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ സമരം നടത്തുമ്പോൾ പ്രതിപക്ഷത്തുള്ള പാർട്ടിക്കാർക്കെതിരെ ചളിവെള്ളം തന്നെയാണ് പ്രയോഗിക്കാറ്. ഇന്നും സമാനമായ രീതിയിൽ കട്ട ചെളിവെള്ളമാണ് BJP പ്രവർത്തകർക്ക് നേരെ നിലവിലിപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം ഒരു സമയം, അതായത് സംസ്ഥാന അധ്യക്ഷൻ ഉദ്ഘാടന പ്രസംഗം നടത്തുന്ന വേളയിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം ഉടലെടുക്കുന്നതും. അതായത് ബാരിക്കേഡ് മറച്ചിട്ടുകൊണ്ട് പ്രവർത്തകർ പ്രതിഷേധം കടുപ്പിക്കുന്നതും. ഇതിന് പിന്നാലെ നിലവിലിപ്പോൾ
ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നതും. രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് BJP പ്രവർത്തകർ ഇപ്പോൾ പോലീസിന്റെ ബാരിക്കേഡ് തകർത്തുകൊണ്ട് കടക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഡൽഹിയിൽ നടന്ന, അതായത് CJP സമരത്തെ സപ്പോർട്ട് ചെയ്ത്, പ്രതിഷേധത്തെ സപ്പോർട്ട് ചെയ്ത കോൺഗ്രസിനെതിരെയാണ് നിലവിലിപ്പോൾ തലസ്ഥാനത്ത് വലിയ രീതിയിൽ KPCC ഓഫീസിലേക്ക് BJPയുടെ പ്രതിഷേധം നടക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടന പ്രസംഗം നടത്തുന്ന വേളയിലാണ് നിലവിലിപ്പോൾ BJP പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യേറ്റ ശ്രമം നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടന പ്രസംഗം നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പോലീസിന്റെ ബാരിക്കേഡ് വലിച്ചിട്ടുകൊണ്ട് BJP പ്രവർത്തകർ KPCCയിലേക്കുള്ള ഈ ഒരു പ്രതിഷേധത്തിനിടെ ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ളൊരു സംഘർഷാവസ്ഥ നിലവിലിപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ പ്രവർത്തകരെ അനുനയിപ്പിക്കുകയാണ് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഗോകുൽ ഗോപിനാഥ്. അതിൻ്റെ ദൃശ്യങ്ങളാണ്. എന്തായാലും പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ ഉടലെടുത്തിരിക്കുന്നു. ബാരിക്കേഡ് നിലവിലിപ്പോൾ തള്ളിയിട്ടിരിക്കുകയാണ്. എന്തായാലും ചെറിയ സംഘർഷാവസ്ഥ നിലവിലിപ്പോൾ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുവമോർച്ചയുടെ മുതിർന്ന നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ പ്രവർത്തകരെ അനുനയിപ്പിക്കുകയാണ്, സമാധാനപ്പെടുത്തുകയാണ്, പ്രശ്നമുണ്ടാക്കരുത് എന്ന്. എന്തായാലും ഈ KPCCക്ക് മുൻപിൽ ആ ഒരു റോഡിൽ, വെള്ളയമ്പലം റോഡിന് കുറുകെ വലിയ രീതിയിലുള്ള ബാരിക്കേഡ് കെട്ടിയിരിക്കുകയാണ്. ഈ ബാരിക്കേഡ് ഇപ്പോൾ BJP പ്രവർത്തകർ തകർത്തിരിക്കുകയാണ്. പോലീസും അതുകൂടാതെ BJP പ്രവർത്തകരും തമ്മിൽ ചെറിയ രീതിയിലുള്ളൊരു സംഘർഷാവസ്ഥ ഉടലെടുത്തിരിക്കുന്നു. നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെല്ലാം തന്നെ നിലവിലിപ്പോൾ അനുനയിപ്പിച്ച് പുറകോട്ട് അടുപ്പിക്കുകയാണ്. അതേസമയം തന്നെ മറുവശത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ ഒരു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ്. ഇതിനിടയിലാണ് ചെറിയ രീതിയിലുള്ളൊരു സംഘർഷം ഉടലെടുക്കുന്നത്. എന്തായാലും വനിതാ പ്രവർത്തകയെ അടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ ഞങ്ങൾക്ക് കാണണം, അവനെ ഇങ്ങോട്ട് പുറത്തു വിടണം എന്നുള്ള ആവശ്യമാണ് പിന്നീട് BJP പ്രവർത്തകർ ഉയർത്തിയത്. ഇതിന് പിന്നാലെ പ്രതിഷേധം അതിരുവിടുകയായിരുന്നു. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.